Hi guys, welcome back to Food Reviews Kochi. ഇന്ന് നമ്മൾ നോവോട്ടലിലാണ് നിയർ ടു ഇൻഫോ പാർക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡ് സെൻറ്ററിലാണ് നടക്കുന്നത്. ഇവിടെ ലോകത്തിലെ എല്ലാ വിവിധതരം ഭക്ഷണങ്ങളും ഇവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഇത് 20 ജൂലൈ ടു 31 ജൂലൈ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 8,999 പെർ പേഴ്സൺ ആണ്. സോ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം. എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ദ സ്ക്വയർ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിഗ് കോവനാണ്. ഏത് ഇവൻറ്റ് നടന്നാലും ഇവിടെ ലൈവ് പിസ്സ കൗണ്ടറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഡേറ്റ് ഹോളിൽ മാത്രമേ ബിഗ് കോൺ മിക്കവാറുണ്ടാവുള്ളൂ. വേറെ സ്ഥലത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് തന്നെ ചോയ്സസ് പറഞ്ഞില്ല. ഷെഫ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോപ്പിങ്സ് ഒക്കെ നമുക്ക് ഷെഫ് ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു പിസ്സ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരോ രാജ്യങ്ങളാണ് ഷോക്കേസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടുത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക്സ്. ഇത് കോക്കനട്ട് മിൽക്ക് കുക്കുംബർ ചില്ലർ. നമുക്കിത് എന്താണ് ട്രൈ ചെയ്ത് നോക്കാം. കോക്കനട്ടിൻ്റെയും കുക്കുംബറിൻ്റെയും മിൻറ്റിൻ്റെയും മൂന്നിനും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ മൂന്നും കൂടെ മിക്സ് ആകുന്നത് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ കൊള്ളാം. പിന്നെ നമുക്ക് അടുത്ത ഡ്രിങ്കിലേക്ക് പോവാം. ഇത് സ്ട്രോബെറി ലെമണേഡ്. ഗുഡ്. സ്ട്രോബെറിയും ലെമണിൻ്റെയും ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രഷ് സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. നല്ല ആ ഒരു ഫ്ലേവർ നല്ലോണം നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൗണ്ടർ. നമ്മുടെ ഇന്ത്യൻ ഡിഷസ് ആണ്. ഇത് നമ്മുടെ പഞ്ചാബി സമൂസ. ടേസ്റ്റ് നോക്കാം. സ്പൈസിയാണ്, നല്ല ഫീലിംഗ് ഉണ്ട്. അടിപൊളി. ഇത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ പണിയാരം. ഇതിനകത്ത് ക്യാരറ്റുണ്ട്, അതുപോലെ തന്നെ ചില്ലി കുറച്ചിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണിയൻസ് ആണുള്ളത്. കൊള്ളാം. നമ്മുടെ ഉപ്പപ്പം സ്റ്റൈൽ തന്നെ. ഇത് ഗുജറാത്തി സ്റ്റൈൽ ദോപ്ല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിച്ചു നോക്കുന്നത്. എല്ലാ ടൈപ്പ് സ്റ്റാർസ് ഇവിടെ കിട്ടും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഫുഡ് കൂടെ ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. ഭയങ്കര നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത ഏത് രാജ്യവും നോക്കാം. ഈ കൗണ്ടറിൽ മെക്സിക്കൻ, ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ ഡിഷസ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഷെഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ബൊറീറ്റോ ആണ്. ടാക്കോ. ഓ ഓക്കെ. മെക്സിക്കനിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. ഇസ് ഇറ്റ് ചിക്കൻ? ഓക്കെ, വെജും നോൺ വെജ് ഓപ്ഷൻസും ഇതിനകത്ത് കിട്ടും എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് കാണുന്നതാണ് ബൊറീറ്റോ, റൈറ്റ് കാണുന്നത് ടാക്കോ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള മെക്സിക്കനിലെ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്. സ്റ്റേപ്പിൾ ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പോപ്പുലറാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്താണ്. രണ്ട് സ്റ്റാർട്ടേഴ്സ്, ഗോബി ഫ്രൈ ആൻഡ് മസാല ഫ്രൈഡ് ഫിഷ്. അപ്പോൾ നമുക്ക് ഗോബി ഫ്രൈ നോക്കാം. നല്ല ഫ്രൈഡാണ്. അതിന് നല്ല സ്പൈസിയാണ്. കുരുമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി മസാല ഫ്രൈഡ് ഫിഷ് നോക്കാം. ഒബ്വിയസ്ലി ബാസ. നമുക്കിതിൻ്റെ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലായി ബാസ എങ്ങനെയാണ്. സൂപ്പർ, കൊള്ളാം. നല്ല മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്.
ഇത് ഇവിടുത്തെ കോഫി മെഷീനാണ്. നമുക്ക് 6 വെറൈറ്റീസ് ഓഫ് കോഫീസ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ സൂപ്പ്, സീ ഫുഡ്, ലെക്സ സൂപ്പ്. മലേഷ്യനാണത്. മലേഷ്യ നമ്മൾ പോയപ്പോൾ കുടിച്ചില്ലേ, മലേഷ്യൻ ലക്സ സൂപ്പ്, അതാണ് സംഭവം. ഇത് കോൺ ചൗഡർ സൂപ്പ്, കോൺ സൂപ്പാണ്. ഒന്ന് കാണിച്ച്, മറ്റേ സൂപ്പ് കാണിച്ചില്ലായിരുന്നു, ഒന്ന് കാണിച്ചത്. എത്തില്ല. മലേഷ്യൻ ലക്സ സൂപ്പ്. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എന്തായാലും റിവ്യൂ പറയാം കേട്ടോ. കപ്പ വിത്ത് ഫിഷ് കറി. നാടൻ സാധനം, കപ്പയും ഫിഷ് കറിയും. കപ്പ ഫിഷ് കറി ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഒരു ഗുണമുണ്ട് ഇതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ നാടൻ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാർ വന്നാലും എല്ലാ തരം ഫുഡുകളും ഇവിടെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ആർക്കും ഡിസപ്പോയിൻമെൻ്റ് ആവില്ല. ബീഫ് റോസ്റ്റും ഉണ്ട്. അപ്പം ഇത് നാടൻ ഏരിയയാണ് പോയത്. ബീഫ് റോസ്റ്റ് കൊള്ളാം. നല്ല വറ്റൽ മുളക് ഇട്ട സംഭവം. അവിയൽ നമ്മുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയൽ. പാവക്ക തീയൽ. നൈസ്. ഓ, യൂഷ്വലി കാണുന്ന രീതിയിലല്ലല്ലോ, വ്യത്യസ്തമായ രീതിയിൽ. മറ്റേ റൈസ് എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല, എന്തൊക്കെ തിന്നാലും റൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് സൂപ്പറാണ്. അടുത്ത എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ബിരിയാണി, മുറുഗ് ദം ബിരിയാണി. നല്ല അത്യാവശ്യം ലോങ് റൈസ്, ഒരുപാട് നീളം കൂടിയതല്ല, എന്നാലും കൊള്ളാം. ചിക്കൻ എത്രത്തോളം ടെൻഡറാന്നൊക്കെ നോക്കാം. ഗോസ്റ്റ് ബലിറാം കാണാൻ കൊള്ളാം, കഴിച്ചു നോക്കാം. മീത്തി പനീർ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്, നല്ല ക്രീമി ആയിട്ടുണ്ട്. വിലയാട്ടി തർക്കരി എന്താ സാധനം എന്ന് എനിക്കറിയാനേ പാടില്ല. കോൺ ഉണ്ട്, ബേബി കോൺ ഉണ്ട്, പിന്നെ സുക്കീനി ഉണ്ട്, കോളിഫ്ലവർ. എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കണമല്ലോ, കഴിച്ചു പറയാൻ പറ്റില്ല. കഴിച്ചു നോക്കിയിട്ട് അഞ്ചീർ കോഫ്ത കറി. ഓക്കെ, ഇത് കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു തവണ. പക്ഷേ ഇതിന് പലതരം വേർഷൻസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. വെജിറ്റബിൾ ദം ബിരിയാണി. യൂഷ്വലി വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ഞാനങ്ങനെ കഴിക്കാറില്ല. പൊതുവേ എൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനോ മീറ്റോ എന്തെങ്കിലും മീറ്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. എന്നാലും ഒരുപാട് വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. കാഴ്ചയിൽ കൊള്ളാം, നല്ല രസമുണ്ട്. എന്നാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. ദാൽ മഖ്നിയും സ്റ്റീം റൈസും. ഓക്കെ, കൊള്ളാം, സംഭവം കൊള്ളാം. ഈ കാണുന്ന ഫുൾ ലെങ്ത്തിലുള്ള സംഭവം ഉണ്ടല്ലോ, അത് മോസ്റ്റ്ലി സാലഡ്സും സംഭവങ്ങളാണ്. ഇവിടെ നോട്ടിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോൾ വന്നാലും എന്ത് ബുഫേക്ക് നമ്മൾ വന്നാലും ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അതായത് നമ്മുടെ നാടൻ സ്നാക്സ് ഇവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുറേ ഇവിടെ ഇഷ്ടംപോലെ 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടെങ്കിലും അവരുടെ നാടൻ റെസ്റ്റോറൻറ്റിലല്ലാതെ മെയിൻ ബുഫേസിലൊന്നും നാടൻ സാധനങ്ങൾ വളരെ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു കാര്യം ഐ റെസ്പെക്ട് ദം എ ലോട്ട്. പിന്നെ കമ്മിങ് ടു ദ സാലഡ്, കുറച്ച് വെറൈറ്റി രീതിയിലാണ് കാണുന്നത്. എന്തായാലും കഴിച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ ഫേവറേറ്റ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒലിവ്സ് ഇതൊക്കെ എന്താ പറഞ്ഞാൽ എന്താ ബനാന സാലഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം, സാധനം കൊള്ളാം. പെർമനൻ പൊട്ടറ്റോ സാലഡ്, ക്യാരറ്റ് കൊള്ളാം. വെജുകാർക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ. പിന്നെ റൈത്ത ഉണ്ട്, കേർഡ് ഉണ്ട്, വോൾഡർ ഓഫ് സാലഡ് ഉണ്ട്. അതെനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഈ സാലഡ് ബേയിൽ നിന്ന് ഒരു പ്രത്യേകം നമുക്ക് കഴിഞ്ഞ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. സോസും സീസണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ ചീസും ഉണ്ട്. ചീസൊക്കെ നോക്കി എന്താ ബദാമാണ്. ഓക്കെ, ഹേസിൽനട്ട്, ബദാം എല്ലാ സാധനങ്ങളും ഉണ്ട്. ചീസ് പലതരം ചീസാണ് ഈ കാണുന്നത്. ചെദർ, ഫെറ്റ ചീസൊക്കെ ഉണ്ട് അതിനകത്ത്. മെക്സിക്കൻ ബ്ലാക്ക് ബീൻസ് സാലഡ്. ഞാനൊരു കടുത്ത സാലഡിൻ്റെ ആരാധന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ്സൊക്കെ. ഗ്രിൽ ചിക്കൻ ആൻഡ് പെപ്പർ സാലഡ് കൊള്ളാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിക്കോസ സാലഡ് എന്താണെന്ന് എനിക്കറിയില്ല ഓണസ്റ്റ്ലി, കഴിച്ച് നോക്കിയിട്ട് പറയാം. ഓഫ്സ് മയോ എഗ്. ഓക്കെ, ഇത് എഗ് ബേസ്ഡ് സാലഡാണ്, കൊള്ളാം. പ്രസൻറ്റേഷൻ ഇസ് വെരി ഗുഡ്. ഫിഷ് ടിക്ക ചാട്ട് കൊള്ളാം. ഇതെന്താ പായസമായിരിക്കും. പാലട പായസം. ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ്. ഫഡ്ജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫഡ്ജസ്. അതും ബട്ടർ സ്കോച്ച് ആണോ മാംഗോ ആണോ എന്താണോ കളർ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റുന്നത്. ഇത് ഒബ്വിയസ്ലി ചോക്ലേറ്റ് ആണല്ലോ. അത് എന്താണോ കഴിച്ചു നോക്കാം. പിന്നെ ഇവിടെ
ഐസ്ക്രീമിനായിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ആഡ് ഓൺസ് ഒക്കെയാണ് ഐസ്ക്രീമുള്ളത്. ഇവിടെ ഐസ്ക്രീം ലിമിറ്റഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഫ്ലോ വെറൈറ്റീസ് ഉണ്ട്. പിസ്തയാണെന്ന് ഊഹിക്കാം. മാംഗോ ഇത് ഓക്കെ, അത് മാംഗോ. അപ്പോൾ ഇതെന്താണ് മഞ്ഞ പൈനാപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് ആയിരിക്കും. ബ്ലാക്ക് കറണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് അത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. സോറി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് കറണ്ട്, ബട്ടർ സ്കോച്ച്, മാംഗോ പാസ്ത, പിസ്ത. അപ്പോൾ എന്തായാലും ഗസ് ഒന്നും ചെയ്ത് ഒരുപാട് തെറ്റൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ടോപ്പിങ്സ് ഓക്കെ. എനിക്ക് എങ്ങും എല്ലായിടത്തും ഈ ചോക്ലേറ്റും ഈ സിറപ്പും ഒക്കെ ആയിരിക്കും, പക്ഷേ ഇവിടുത്തെ വെറൈറ്റിയാണ്. ബദാമും കാഷ്യൂ നട്ട്സും എല്ലാം, ഈവൻ നമ്മുടെ വാൾനട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി അല്ല, എന്താ? അയ്യോ, ഡ്രൈ ഫ്രൂട്ട് ആണ്. സോറി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു വെറുതെ. കൊള്ളാം. കിവി, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളാണ്. ആഡോൺസ് വെറുതെ സാധാരണ എന്തെങ്കിലും ഒരു ഇതല്ല. ചോക്ലേറ്റ് സോസ് നല്ല തിക്നെസ്സുകളാണ്. പിന്നെ നമ്മുടെ ചോക്കോ ചിപ്സ്. ഇത് ലൈവ് ഡെസേർട്ട് കൗണ്ടർ ആണ്. ഇവിടെ കുറച്ച് ടോപ്പിംഗ്സ് ചെറി, ചെറി, പിന്നെ ബ്ലാക്ക് കറന്റ്. ഇത് സിനമൺ പ്ലസ് ഷുഗർ ആണ്. ഭയങ്കര വെറൈറ്റി ആട്ടോ അത്. നല്ല സ്മോൾ. ഇത് ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ കാരമൽ. ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് ആപ്പിൾ ആട്ടോ. ആപ്പിൾ വെച്ചിട്ടുള്ള ഡെസേർട്ട് ആണ്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടത്. എങ്ങനെയുണ്ട്? യമ്മി. ഓക്കെ, നൈസ്. കുറച്ച് കാരമലിൻ്റെ ഇതിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ്. കാരമൽ ഫ്ലേവർ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസേർട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഇവിടെ ക്രീപ്സ് ഉണ്ട്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക മൈദപ്പം പോലെ ഉള്ളൊരു സംഭവമാണ്. അതിൽ നമുക്ക് എന്താ പറയുക വേണ്ട ആഡ് ഓൺസ് ഒക്കെ ഇട്ട് ചെയ്തു തരും. ഈവൻ ബനാന വേണമെങ്കിൽ ബനാന ഉണ്ട്. അങ്ങനെ ആഡ് ഓൺസ് ചെയ്തു തരും. ഇവർ രണ്ടുപേരാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ജസ്റ്റ് പറഞ്ഞാൽ അത് എന്താ വേണ്ടതെന്നുള്ളത് അവർ ചെയ്തു തരും. ലൈവ് ഡെസേർട്ട് കൗണ്ടർ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു യുണീക്കായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. ഇത് അമേരിക്കൻ കൗണ്ടറാണ്, പക്ഷേ കൂടുതലും ഡെസേർട്ട്സ് ആയിരിക്കും. അമേരിക്കക്കാർക്ക് കൂടുതലും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമുണ്ട്. കൂടുതലും ഡെസേർട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് പേസ്ട്രി, കോക്കനട്ട് ക്ലാഫോട്ടിസ്, പിന്നെ അതും കോക്കനട്ട് ചോക്കോ ബെവറേജ്, പിന്നെ ബനാന സ്പ്രിംഗ് റോൾസ്, ക്രീം കാരമൽ, സ്ട്രോബെറി ഷോർട്ട് കേക്ക്. അതെനിക്ക് എന്തായാലും സ്ട്രോബെറി ചീസ്. എൻ്റെ അമ്മ സ്ട്രോബെറി ലവേഴ്സിന് ഫ്രൂട്ട് ജെല്ലി അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലിൻസർ ടാർട്ട്, ആപ്പിൾ പൈ, ബ്ലൂബെറി. ആപ്പിൾ പൈ അമേരിക്കയിൽ കുറേ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് അത്. പിന്നെ റേസിൻസ് കേക്ക്, റേസിൻ കേക്ക്, ഗുജിയ വരെ ഉണ്ട്. കേസർ പേട ഇന്ത്യൻ സൈഡിലോട്ടാണ്. ബസൻ കാ ലഡു പഞ്ചാബിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് പുഡിങ്. വൈഫിന് ഭയങ്കര ഇഷ്ടം ഇതാണ്. ചോക്ലേറ്റ് ലവറാണ്. ചംചം, മലായി ചംചമിലെ ചംചം. ഇത് മലായി ഇല്ലാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡെസേർട്ട്സ് ഒരുപാടുണ്ട് കേട്ടോ. സത്യം പറയുന്നത് നോക്കി വൈഡർ വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഡെസേർട്ട് ലവേഴ്സ് യു ആർ ഇൻ ഫോർ എ ട്രീറ്റ് ആക്ച്വലി. ഇത് അമേരിക്കൻ ഹോട്ട് ഡോഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം തന്നെ കൊതിയാവും. ഗൈസ്, ഇത് ബാമി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കണ്ടിട്ടൊരു എന്താ പറയുക ഏഷ്യൻ ടൈപ്പ് ഓഫ് സബ് സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു. സംഭവം അകത്ത് പോർക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണം, എന്താണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് എന്താണെന്ന് പറയാം കേട്ടോ. ഞാൻ തന്നെ പറയാനായിരിക്കും നല്ലത്, കാരണം എൻ്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ് ഏഷ്യൻ. ലൈവ് കൗണ്ടറാണ്. ലൈവ് ഡിംസംസ്, അതായത് മോമോ, പഡ് തായ് നൂഡിൽസ്. എൻ്റെ അമ്മ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ബൻ മൈ അതെന്താണെന്ന് എനിക്കറിയില്ല, കഴിച്ചു നോക്കാം. യാക്കിട്ടോറി നമ്മുടെ ഇവിടെ ഏഷ്യൻ ടോക്കിയോ ബേയിൽ കിട്ടുന്നൊരു സാധനമാണ്. ഇത് മലേഷ്യൻ സെറ്റായി പോലൊരു സംഭവം. കൊള്ളാലോ. അപ്പോൾ ലൈവ് കിച്ചനാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് കിട്ടും. സെറ്റ് ചെയ്യാണോ അത്? ഇവിടെ കുങ്പാവ് ചിക്കനുണ്ട്. യാക്കിട്ടോറി ആണല്ലേ. ഓക്കെ, കുങ്പാവ് ചിക്കനുണ്ട്. വെജിറ്റബിൾ തായ് ഗ്രീൻ കറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പോൾ കൊള്ളാം. ലൈവ് കിച്ചൻ എന്തായാലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്.
ഇപ്പം ഞങ്ങളെ ഫുഡ് കഴിക്കുന്നതെല്ലാം ഞാൻ ഇപ്പം തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് ട്രൈ ഔട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ഓഫ് ദി വീഡിയോ നമ്മൾ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഈ ബുഫേ അല്ലെങ്കിൽ കുറച്ചധികം സംഭവങ്ങളുള്ളതിൽ വരുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ്, നമുക്ക് ഉടനെ തന്നെ കഴിച്ചു നോക്കി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും ലാസ്റ്റ് രേഖപ്പെടുത്താം. അതുമാത്രമല്ല ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് നോക്കിയാൽ അതിൽ ഇൻഡിവിജ്വലി ഓരോ ഡിഷസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. വളരെ യൂണീക്കായിട്ടുള്ള ഡിഷ് എന്തെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഞങ്ങളുടെ പോസ്റ്റിലുണ്ടാവും. അല്ലാത്തത് സ്റ്റോറീസിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഹോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഇവൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദിസ്. ഇതെന്താണ്? ഡിംസും. നൈസ്. മോമോ, ഡംപ്ലിംഗ്, ഡിംസും ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. സ്റ്റീം ഡിംസും വെജ് ബുൺമായി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കത് കഴിച്ച് നോക്കിയിട്ട് ഓക്കെ മോമോ ഇല്ല എന്നാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. അത് വരും. കാരണം മോമോ ഭയങ്കര ഡിമാൻഡുള്ള സാധനമുള്ള എല്ലാവരും എന്തായാലും അത് കഴിക്കും. ഇപ്പോൾ ഇവിടെ ഇന്ന് അത്യാവശ്യം ക്രൗഡുണ്ട്. നമ്മൾ അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ടാണ് ആ സൈഡിലോട്ടൊന്നും അങ്ങനെ പോവാത്തത്. എന്നാലും അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് കൗണ്ടർ. കാരണം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട്, മൈ ഫേവറേറ്റ് ക്യൂസീൻ. അപ്പോൾ ഐ ലെറ്റ് യു നോ ഹൗ ഇറ്റ് ഈസ്. ഇത് ബണ്ണി ചോ എന്ന് പറഞ്ഞ സംഭവം ഇതുണ്ട്. ഒരു സ്ലൈഡർ ബർഗറൊക്കെ പോലെ ഇരിക്കും കാണാൻ. അകത്ത് ചിക്കൻ ഫില്ലിംഗ് ആണ്. നമുക്ക് വേണ്ട ഫില്ലിംഗ് അവിടെ ചെയ്തു തരും. ചിക്കനാണ് ഹൈലി റെക്കമെൻഡഡ്. പുറത്ത് നല്ല ബട്ടർ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. 2 സൂപ്പും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള നോൺ വെജും ഇത് വെജുമാണ്. ഇത് മലേഷ്യ ലക്സ സൂപ്പ് സീ ഫുഡ് സൂപ്പാണ്. ഇത് ചൗദർ സൂപ്പും കോൺ ചൗദർ സൂപ്പും. രണ്ടും കുടിച്ച് നോക്കാം. ആദ്യം വെജിൽ നിന്ന് തന്നെ വെക്കാം. കോണിൻ്റെ നല്ല ഫ്ലേവറുണ്ട്, സ്വീറ്റ് കോണിൻ്റെ നല്ല ഫ്ലേവറുണ്ട്. കുറച്ച് ക്രീമി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു സൂപ്പാണ്. ഇത് നമ്മുടെ മലേഷ്യ ലക്സ സൂപ്പ്. ഞാനിതിന് മുന്നേ മലേഷ്യ പോയപ്പോൾ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇത് സീ ഫുഡാണ്, ഇതിൻ്റെ സീ ഫുഡ് വേർഷനാണ്. സ്ക്വിഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കാം. ഞാൻ കുടിച്ച മലേഷ്യൻ ലക്സ സൂപ്പ് വെച്ച് നോക്കുമ്പോൾ മൈൽഡ്ലി ഫ്ലേവേർഡാണ്. ഞാൻ കുടിച്ചത് നല്ല ഭയങ്കര എന്താ പറയുക, ഓവർ ഫ്ലേവേർഡായിരുന്നു അവിടുത്തെ. പക്ഷേ ഇത് കുറച്ച് മൈൽഡാണ്. അത് ഓബിയസ്ലി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാം. കാരണം ഇവിടെ സ്റ്റാർ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും ഓവറായിട്ട് മസാലയൊക്കെ വന്ന് ആർക്കും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ആവരുതെന്ന് വെച്ചിട്ടാണ് ഒരു മൈൽഡ് ഫ്ലേവർ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ഫ്ലേവറുണ്ട്, കൊള്ളാം. ഹായ് ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം വലിയ സ്പ്രെഡ് ആകുമ്പോഴേക്ക് ക്യാമറ ചെയ്തുകൊണ്ട് ഒരാളെ ഇങ്ങനെ കാണിച്ച് ഓരോ തവണ ഫുഡ് അടിയിലോട്ട് കാണിച്ച് അതൊരു കുറച്ചുകൂടി ഓക്വേർഡ് ആവുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ ചെയ്യാം. ഞങ്ങൾ ജസ്റ്റ് ഒരു വേറൊരു രീതി ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ, വ്ളോഗിങ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും കമ്മിങ് ബാക്ക് ടു ദ ബുഫേ. ഇത് സ്പ്രെഡ് ഉണ്ടല്ലോ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ താജിൻ്റെ സ്പ്രെഡ് പോയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ്സും ഒരു ലെങ്തി സ്പ്രെഡും. ഇവിടെയും അതുപോലെ തന്നെ താജിൻ്റെ ഒരു ഏരിയ കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ആ സ്പ്രെഡ് കുറേ ഉണ്ടപ്പോൾ കൺജസ്റ്റഡ് ഫീൽ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നല്ല ഏരിയ ഉള്ളതുകൊണ്ട് ആ സ്പ്രെഡ് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ, ആ കാണുന്ന അറ്റം വരെ ഉണ്ട് സ്പ്രെഡ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതും ഒരു സൈഡല്ല, ഈ സൈഡിലും അതുപോലെ തന്നെ അവിടം വരെ ഉണ്ട്. എന്താണ് അപ്പോൾ സ്പ്രെഡ് എന്നുള്ള വാക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുയോജ്യമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതും ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ തരം ഫുഡുകളും, അതായത് അത്യാവശ്യം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോഴും എല്ലാം ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഒരു സെലക്റ്റീവായിട്ട് നമുക്ക് യൂണീക്കായിട്ടുള്ള സംഭവങ്ങളെ പറ്റുള്ളൂ. നമ്മുടെ പേജിന് അത് ഭയങ്കര എന്താ പറയുക ആപ്റ്റായിട്ട് തോന്നി. കാരണം അത്രയും യൂണീക്കായിട്ടുള്ള കുറേ ഫുഡ്സ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും വെറുതെ പേരിനത് ഉണ്ടാക്കിക്കണല്ല, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ബിഗ് ഷൗട്ട് ഔട്ട് ടു എവ്രിബഡി ഹൂസ് ദെയർ ഇൻ ദ കിച്ചൺ. കാരണം അവരുടെ കഷ്ടപ്പാട് ഇവിടെ നന്നായിട്ട് അത് കാണാനുണ്ട്, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനദർ തിങ്, നോട്ടുള്ള അക്കോർ ഗ്രൂപ്പിനോടാണ് ഞങ്ങൾക്കൊരു നന്ദി പറയാനുള്ളത്. കാരണം 899 വെറും 899 പ്ലസ് ടാക്സിനാണ് ഈ ബുഫേ ഇരിക്കുന്നത്. പ്രൈസ് ഫാക്ടർ എല്ലാം കൂടി വെച്ച് നോക്കി, താജിൻ്റെ ബുഫേ ഇപ്പോൾ തീർന്നു, അപ്പോൾ പ്രൈസ് ഫാക്ടർ എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോർ 899 ദിസ് ഈസ് എ ഡാം ഗുഡ് ബുഫേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാം, ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇഷ്ടമുള്ള അത്രയും എത്ര പിജ്ജ വേണോ, എന്ത് ടൈപ്പ് പിജ്ജ വേണോ ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് വേറെ എങ്ങും അങ്ങനെ ഞാൻ വളരെ ചുരുക്കം സ്ഥലത്ത് കണ്ടിട്ടുള്ളൂ. അതൊന്നും ആവശ്യം ആ പ്രൈസിന് 899 ഈവൻ ഇവിടുത്തെ സ്നാക്സ് ആയിക്കോട്ടെ, ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, എല്ലാം വൈഡ് വെറൈറ്റി കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സീറ്റിംഗ് തന്നെ കണ്ടില്ലേ, ഇഷ്ടംപോലെ സീറ്റിംഗ് ഏരിയ, ഒരുപാടുണ്ട് സീറ്റിംഗ് ഏരിയ, ഇരിക്കാൻ നല്ല സ്ഥലം. ഈവൻ നോക്കി 6 types ഓഫ് കോഫി, അങ്ങനെ നല്ലോണം റൈസ്, ബിരിയാണി, എന്ത് യു നെയിം ഇറ്റ് ദേ ഹാവ് ഇറ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നത്തെ ബുഫേയിൽ വന്നത് ഇത്. അതേപോലെ തന്നെ ഡെസേർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ഡെസേർട്ട്സാണെന്ന് അറിയാമോ? സത്യമായിട്ട് എന്താണ് ഞങ്ങൾ ഓരോന്ന് ഇതിനെ കഴിച്ചിട്ട് വയറ് പൊട്ടാറായി പോയി, അത്ര അധികം ഉണ്ട്. പിന്നെ ഒരു കാര്യം തോന്നിയത് ലൈവ് കിച്ചൻ്റെ കേസിൽ, ഇപ്പോൾ എൻ്റെ നേരെ പുറകെ തന്നെ ലൈവ് കിച്ചൺ. ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഏഷ്യൻ ഫുഡ്സിൽ. ഇവിടെ മോമോ ഉൾപ്പെടെ എല്ലാം ലൈവിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ശരിയാണ്, കൊച്ചിയിലിപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ മോമോസ് ഉണ്ട്, ലൈവ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ഞാൻ പറയാം. പക്ഷേ ഈ പ്രൈസ് ആലോചിക്കണം, ഒരു 899. മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ ഗ്രാൻഡ് ഹൈറ്റിലെ തായ് ബ്രഞ്ച് ഫെസ്റ്റിവൽ അതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് 1899 അങ്ങനെയൊക്കെ പ്രൈസിന് വരുന്നു. വെറും എന്താ പറയുക, ഹാഫ് ദ പ്രൈസിന് അത് ഇറ്റ്സ് അൺബിലീവബിൾ. സോ ഡാം ഗുഡ്. ഈവൻ നോക്കിയ ഡെസേർട്ട്സ് ലൈവ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഡെസേർട്ട്സ് ലൈവായിട്ട് ചെയ്യുന്നത്. പായസം വേണ്ടവർക്ക് പായസം, ചോറ് വേണ്ടവർക്ക് ചോറ്, പിസ്സ വേണ്ടവർക്ക് പിസ്സ, എല്ലാം ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് വാല്യൂ ഫോർ മണി ബുഫേ. ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള കൊച്ചിൻ ഫുഡ് അലേർട്ട്, കൊച്ചിൻ ഫുഡ് ഷെഫ്സ്, എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഒന്നിച്ച് ഒരേ വോയിസിൽ പറയുന്നൊരു കാര്യം അതാണ്, ഈ പൈസയ്ക്ക് ദിസ് ബുഫേ സോ ഡാം ഗുഡ്. ആൻഡ് ഒരാളെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ബിഗ് ഷൗട്ട് ഔട്ട് ടു വൺ പേഴ്സൺ ഹു ആക്ച്വലി ഇൻവൈറ്റഡ് അസ്, മീര. അപ്പോൾ നിങ്ങളെന്തായാലും മെയിൻലി ഇവിടെ വരിക, കഴിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള. ഇഫ് യു ഫെൽറ്റ് ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് ആവറേജ്, വാട്ടെവർ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അടിയിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. യൂട്യൂബിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, ഫുഡ് റിവ്യൂസ് കൊച്ചി, അവിടെ വന്നിട്ടാണ് നിങ്ങൾക്ക് പറയാം. എന്തായാലും വാട്ടെവർ യു ഫീൽ, ഓണസ്റ്റായിട്ട്. ഞങ്ങൾ വളരെ ഓണസ്റ്റായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ എന്താ തോന്നിയെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എവരിബഡി ഹാസ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പോൾ കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയോ, അല്ലെങ്കിൽ വാസ് ഇറ്റ് വാല്യൂ ഫോർ മണി ഫോർ 899. ഫുഡീസായിട്ടുള്ള ആൾക്കാരോട് സ്പെഷ്യലി പറയുക, കം ഹിയർ and have it. It's so damn good. For 899, I don't think there's a much better buffet here. എൻ്റെ അടുത്ത് കുറേ പേര് ഈ അടുത്ത് ചോദിച്ചായിരുന്നു, താജിൻ്റെ ബുഫേ തീർന്നല്ലോ, അത് അടുത്ത റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതാണ്. ഡെഫിനറ്റ്ലി അടുത്ത റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ബുഫേ. 31 ജൂലൈ വരെയാണ്, മറക്കരുത്. എന്തായാലും വന്ന് കഴിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വെറൈറ്റീസും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിലും എല്ലാവർക്കും വെജിറ്റേറിയൻസിനും ഒരുപാടുണ്ട്. ഇപ്പോൾ മോമോ, ഈ പറഞ്ഞ സാധനം, ബൊറീറ്റോ, എല്ലാ സാധനം വെജിറ്റേറിയൻസിനും ഉണ്ട് കേട്ടോ. ഞാൻ വെജിങ്ങനെ കഴിക്കാത്ത ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ കാണിക്കാൻ പറ്റാഞ്ഞത്. എന്നാലും പോലും ഞങ്ങൾ 2 പേരും ഉണ്ട് ഒരു ചാനലും, ഞങ്ങൾ ഇത്രയും ഫുഡും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും ഒരുപാടല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പിസ്സ ഒക്കെ ലൈക്ക് വെജ് ഓവർലോഡഡ് പിസ്സ വരെ ഉണ്ട്. വാട്ട് എൽസ് ഡു യു നീഡ്? ഐ മീൻ ഒരു പിസ്സ നമ്മളൊരു കടയിൽ പോയി കഴിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇവിടെ ഒരു 899 എനിക്ക് പിസ്സ, ഇത് മറ്റേ ഇതൊരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കരുതണ്ട. സത്യമായിട്ട് പറയണം, അങ്ങനെയൊന്നും വിചാരിക്കുക വേണ്ട. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കുക, ഞങ്ങൾ ഉള്ളതാണ് പറയുന്നത്. അത്രയും ജെന്യുവനായിട്ട് പറയണം. ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ കൊണ്ട് കളയണമെന്ന് ഒരു ആഗ്രഹമോ അങ്ങനെ സംഭവങ്ങളുമില്ല. ഞങ്ങളത് അത്രയും ഓപ്പണായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. പോയി കഴിച്ച് നോക്കുക. എന്താ പറയുക, ബാക്കി നിങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളോടും പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക. ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു പോവുകയാണ്. അപ്പോൾ എന്തായാലും കീപ് സപ്പോർട്ടിങ് അസ്. ആൻഡ് എന്ത് സജഷൻ ആണെങ്കിൽ പോലും വി ആർ വെൽക്കം ഫോർ ഇറ്റ്. ലൈക്ക് എന്ത് വേണമെങ്കിലും പറയുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പേജ് സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഈ പേജ് എടുത്തത് തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പേജായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒപ്പീനിയൻസും എല്ലാ കാര്യങ്ങളും പറയാം നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ